എത്ര അനുകൂല ഭാഗ്യം പോലെ ഇപ്പൊ 9 നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമായിരുന്നു, ഭാഗ്യഭാവത്തിലാണ് ആയിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഭാഗ്യഭാവം ആണ്, 10 സ്വന്തം വീടാണ് അല്ലെങ്കിൽ ഉച്ചക്ഷേത്രാണ് എങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു ചിന്തകൾ വേണം. അതിനാണ് നമ്മൾ ഭഗവാനെ വിളിക്കുന്നത്. വേണ്ടപ്പോ തോന്നണം. അതുകൊണ്ട് തന്നെ ഭഗവാനെ നന്നായിട്ട് വിളിക്കുക. നിങ്ങളുടെ ഇഷ്ട ഉപാസനാമൂർത്തികൾ ഉണ്ടെങ്കിൽ അവരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ടൽ പിടിപ്പണം 2 മാസം കൂടുമ്പോൾ കൊടുക്കണം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വാക്കുകളിലൂടെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് മാറിക്കിട്ടണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ ശിവക്ഷേത്രത്തിൽ പോവാം, പിന്നെ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക. ഇതൊക്കെ ചെയ്താലാണ് നമുക്ക് അവിടെ ഒരു മാറ്റം വരിക. വേണ്ടപ്പോ തോന്നിയാൽ മതി. അതാണല്ലോ നമ്മുടെ ആവശ്യം. ഇപ്പോ നമ്മളല്ലെങ്കിൽ ഭഗവാനെ വിളിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര കണക്ക് കൂട്ടി പോയാലും ചിലപ്പോൾ ആ സമയത്ത് അവിടെ പറയാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മളുടെ കർമ്മ മേഖലയിലായാലും എന്തിനാണെങ്കിലും ആ ഭഗവാന്റെ കാൽപാദത്തിൽ പിടിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. നല്ലൊരു മാറ്റാണ് നമുക്ക്. മനുഷ്യർക്ക് ഇതുപോലെ ഇപ്പൊ എല്ലാ വർഷവും വ്യാഴം മാറുന്നുണ്ട്, ശനീശ്വരൻ 2.5 വർഷം കൂടുമ്പോൾ മാറുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മാറ്റങ്ങളാണ്. ഇതൊക്കെ അനുഭവിച്ച് തന്നെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അപ്പൊ ആ അനുഭവത്തിലൂടെ തന്നെ നമുക്ക് എടുത്തെടുത്തിപ്പോ ഇങ്ങനെയുള്ള മാധ്യമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് നമ്മൾ എടുത്തു ചാടാതെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയാൽ ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് തുലാം രാശിക്കാർക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.